പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചുരിദാർ കട്ട് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ സിബൊക്കെ വെച്ചിട്ടാണ് ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനായി 3 മീറ്റർ ചുങ്കിടി മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്തിടാൻ മറക്കല്ലേ. നൈറ്റിക്ക് നമ്മൾ മടക്കി ഇടുമ്പോൾ മുകൾ ഭാഗം മടക്കുവശമായിട്ടാണ് എടുക്കേണ്ടത്. കാരണം ഈ ഒരു ഭാഗത്ത് നിന്നുമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ താഴെ നിന്നും മുകളിലേക്കാണ് ഞാൻ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിവിടെ നൈറ്റിയുടെ ഇറക്കം വേണ്ടത് 52 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 53.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഷോൾഡർ എടുക്കുന്നത് 8 ഇഞ്ചാണ്. അതുപോലെ തന്നെ ആം ഹോളും 8 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ നൈറ്റി കുറച്ച് വണ്ണം കൂട്ടിയിട്ടാണ് തയ്ക്കുന്നത്. ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 48 ഇഞ്ചാണ്. അതിൻ്റെ 4/1 12 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. വെയ്സ്റ്റ് ലെങ്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ എടുക്കുന്ന വണ്ണം 11.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹിപ്പിൻ്റെ ഭാഗത്തും ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഞാൻ എടുത്ത അതേ വണ്ണമാണ് എടുക്കുന്നത് 12 ഇഞ്ച്. ഇവിടെയും ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷേപ്പിൻ്റെ ഭാഗം ജോയിൻ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ തയ്യൽ തുമ്പും വരച്ചെടുക്കാം. ആം ഹോള് ഷേപ്പ് ചെയ്തെടുക്കാം. നെക്കിൻ്റെ അകലം ഞാനിവിടെ 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ചരിച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. ഫ്രണ്ട് ആം ഹോളിനായി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ 1/2 ഇഞ്ച് കുഴിച്ചാണ് വരച്ചെടുക്കേണ്ടത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ഞാൻ 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിന് 6 ഇഞ്ചും എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഇതുപോലൊരു ബോക്സ് ആക്കി വരച്ച് റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത് ഞാനിവിടെ 10 ഇഞ്ചാണ് എടുക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്ലീവിൻ്റെ വീതിയായിട്ട് 10.5 ഇഞ്ചും എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നും അകത്തേക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് ഷേപ്പ് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ വണ്ണം ഞാനിവിടെ 7 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. പിന്നെ ബാക്ക് ആം ഹോള് നമുക്ക് ഇതുപോലെ വളച്ച് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വീതി തന്നെയാണ് നമുക്ക് സ്ലീവിൻ്റെ വീതിയായിട്ടും ഇവിടെ കിട്ടുന്നത്. താഴെ നൈറ്റിയുടെ സൈഡ് ഭാഗത്തായിട്ട് 1.5 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു കർവ് ഷേപ്പ് കൂടി വരച്ചിട്ടാണ് നൈറ്റി കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നൈറ്റി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് മാറ്റിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോളും നെക്കും കൂടി കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രണ്ട് ഭാഗത്ത് 1/2 ഇഞ്ച് കുഴിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൂടി മാറ്റുക. പിന്നെ സ്ലീവിൻ്റെ ഇറക്കം കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റിയുടെ സൈഡ് ഭാഗത്തായിട്ട് കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്ത് സ്ലീവിൽ വെച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നൈറ്റിയുടെ സൈഡ് ഭാഗത്ത് നിന്നും കട്ട് ചെയ്ത് മാറ്റിയ പീസ് ജോയിൻറ്റ് ചെയ്തെടുത്താണ് നമ്മൾ നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ നെക്ക് ഏത് മോഡലിലാണ് കട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും അത് ഇതുപോലെ വെച്ചിട്ട് ആ കറക്റ്റ് അളവിലങ്ങ് വരച്ചെടുത്താൽ മതി. അതിനുശേഷം 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പീസിൻ്റെ അരികു വശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നെക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അകത്തേക്ക് മടക്കി വെച്ചിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ട് സിബ് വെക്കാനുള്ള ഓപ്പൺ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ 7 ഇഞ്ച് നീളത്തിലാണ് ഓപ്പൺ കൊടുക്കുന്നത്. അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. സിബ് വയ്ക്കാനായി ഞാനിവിടെ 3 ഇഞ്ച് വീതിയിൽ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓപ്പണിനേക്കാളും 2 ഇഞ്ച് നീളം കൂട്ടിയിട്ടാണ് ഈ പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ 3 അരികു വശങ്ങളും ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഈ പീസിൻ്റെ നല്ല ഭാഗവും നൈറ്റിയുടെ നല്ല ഭാഗവും ഇതുപോലെ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. 1/2 ഇഞ്ച് വീതിയിൽ ഈ പീസ് മുകളിലേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മൾ വരച്ച ആ ഒരു ലൈനിനോട് ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്.
ഇവിടെ എത്തുമ്പോൾ ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ആ ഓപ്പണിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ എത്തുമ്പോൾ ഇതേ രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ്ബാണ് വെച്ച് കൊടുക്കേണ്ടത്. സിബിന് മുകൾ ഭാഗം ഇതുപോലെ ആ ചെറിയ പീസിനകത്തേക്ക് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. സൈഡ് ഭാഗത്ത് വയ്ക്കാനുള്ള പടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 2.5 ഇഞ്ച് വീതിയിൽ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് നിന്നും 1/2 ഇഞ്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിന് മുകളിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സിബിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൽ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും കൂടി ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഇരുവശങ്ങളിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവുകളും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സൈഡ് ഭാഗത്തായിട്ട് 1.5 ഇഞ്ച് വീതിയിലാണ് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഭാഗത്തു കൂടി 2 സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ബോട്ടം ഭാഗം കൂടി ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.